പറയാ ഇത് മന്ത്രിയുടെ വീടാ, നെഗറ്റീവ് ഇമേജ് ഉള്ളവര് ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന്. അതിന് വഴക്കെന്തിനാ എന്റെ ചോദ്യം. അപ്പോ ഈ സ്ത്രീ പറഞ്ഞത് ന്യായമാണെന്നാണോ അച്ഛൻ പറയുന്നേ? മര്യാദയ്ക്ക് സംസാരിക്കുക. ഈ നിൽക്കുന്ന എന്റെ ചേച്ചിയാ. ഇനി എന്തായാലും എന്റെ അമ്മ ഈ വീട്ടിൽ താമസിക്കുന്നില്ല. കണ്ട വൃത്തികെട്ടവരുടെ കാട്ടും തുപ്പും കേട്ട് ഈ വീട്ടിൽ അന്തി ഉറങ്ങേണ്ട ആവശ്യം രാജുവിന്റെ അമ്മ രാധമ്മയ്ക്കില്ല. സാർ എന്നോട് ക്ഷമിക്കണം. ചേട്ടാ, അമ്മ വാ. അച്ഛാ, രാധമ്മ, ചേട്ടാ, നോക്കിയേ എടേ, നിന്റെ മനസ്സ് ഒരു കടല് പോലെ തിളയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് മാത്രമേ അറിയൂ. അമ്മേ, അല്പം ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കഴിഞ്ഞതെല്ലാം അമ്മ മറക്കാൻ ശ്രമിക്കണം. പെട്ടെന്ന് സാധിച്ചൊന്നും വരില്ല, പക്ഷേ അങ്ങനെ ചെയ്തേ പറ്റൂ. എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എതിർത്താലും അമ്മയ്ക്ക് ഞാനുമുണ്ട്, അച്ഛനുമുണ്ട്. മനക്കരുത്തോട് അമ്മ നിന്നേ പറ്റൂ. രാധമ്മേ, മോൻ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും പകുതി ഭാഗമാണ് നീ. നമ്മുടെ മോന രാജു, അവനും ഞാനും നിന്നോടൊപ്പം ഉണ്ട്. നീ വിഷമിക്കാതെ. കല്യാണം കഴിച്ചുവിട്ട പെൺമക്കള് മറ്റൊരു കുടുംബത്തിലെയാ. അവരവരോടൊപ്പം ചേരൂ. അവരവരുടെ കാര്യത്തിന് വേണ്ടി പെറ്റ തള്ളയെപ്പോലും അവർ മറന്നു കളയും. നന്ദി കെട്ടവരുടെ ലോകരാധയാണ്. നീ എങ്ങനെയെങ്കിലും കഴിഞ്ഞതിലൊന്നും മറക്കാൻ ശ്രമിക്കും. ആ രുക്മിണി അടുത്ത് കൂടിയപ്പോഴേ അപകടം ഞാൻ മണത്തതാ. എന്ത് ചെയ്യാൻ പറ്റൂടാ? നമ്മുടെ മനസ്സിൽ കള്ളത്തരങ്ങളില്ലല്ലോ. അപ്പോ എല്ലാവരും നല്ലവരാണെന്ന് നമ്മളങ്ങ് കരുതും. അതിന്റെ കുഴപ്പങ്ങളാ ഇതൊക്കെ. അമ്മേ, അമ്മ അല്പം നേരം പോയിന്ന് കിടക്ക്. അമ്മ ദൈവവിശ്വാസിയല്ലേ? ദൈവത്തിനെ പ്രാർത്ഥിച്ച് കിടക്ക. പോയി കിടക്കമ്മേ. നിങ്ങൾ എന്താ പറഞ്ഞ? ദുശ്ശകനാണെന്ന്. നമ്മളിവർക്ക് ദുശ്ശകനാണ് പോലും. ഞങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ദുശ്ശകനാണെങ്കിലേ നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയി താമസിച്ചോ? ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എന്തിനാ? ഇതെന്റെ വീടാ, എന്റെ ആങ്ങളയുടെ വീട്. ആ, ആങ്ങളുടെ വീടാ. അതെങ്ങനെ നിങ്ങളുടെ വീടാവും? ഏത് നല്ല കാര്യത്തിന് പോയാലും ഈ യാമിനെ കണ്ടിട്ട് പോയാ അത് നടക്കില്ല. അതുകൊണ്ട് യാമിനിയോടാ ഞാൻ ഈ പറഞ്ഞ. ഉടനെ കാർഡ് തിരിച്ചു വെച്ചു. ചെറിയമ്മയ്ക്കായി കുറ്റം. ചെറിയമ്മ ഈ വീട്ടില് ചെറിയമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള രീതിയിൽ നടക്കും. ആരാ ചോദിക്കാൻ? എടി, ഞാനിപ്പോ ഒരു വഴക്കിന് തയ്യാറല്ലാത്തത് കൊണ്ട് ക്ഷമിക്കുന്നു. ഞാൻ മന്ത്രിസഭയിലേക്കാ പോകുന്നത്, അതാ ക്ഷമിക്കുന്നത്. പിന്നെ മലമറിക്കാൻ പോവല്ലേ മന്ത്രിസഭയിലേക്ക്? കക്കാനും കൈയിട്ട് വാരാനും ദൈവം ഓരോരുത്തർക്ക് ഓരോ അവസരം കൊടുക്കും. അച്ഛനെ കട്ടിലിൽ കിടത്തിയിട്ട് കയറിയതല്ലേ ഈ കസേരയിലേക്ക്. എടി, മര്യാദകട് പറഞ്ഞാലുണ്ടല്ലോ. ഋതുമോള് പറഞ്ഞതില് എന്താ തെറ്റ്? ഏട്ടൻ വീഴാൻ കാത്തിരുന്നത് പോലെയാ നിങ്ങളുടെ മന്ത്രി കസേരയിലേക്കുള്ള തള്ളിക്കയറ്റം.
ഏട്ടനെ നിങ്ങളും നിങ്ങളുടെ മകനും ചേർന്ന് വീഴ്ത്തിയിട്ടതാണോന്ന് എല്ലാവർക്കും സംശയമുണ്ട്. ദേ ഹ, ഞാനൊരു മന്ത്രിയായി പോയതിലേ അസൂയുണ്ടെന്ന് കരുതി എന്ത് തോന്നിയാസം പറഞ്ഞേക്കാന്ന് കരുതരുത്. എപ്പോഴും എനിക്ക് കൺട്രോൾ കിട്ടണമെന്നില്ല. ചേച്ചി, ഒരു സെക്കൻഡ് കൊണ്ടാ ആ രുക്മിണി ആന്റിയുടെ സ്വഭാവം മാറിയത്. രാധമ്മയ്ക്കെതിരായി. അവരെപ്പോ സ്നേഹം നടിച്ച് രാധമ്മയുടെ അടുത്ത് കൂടുന്നോ അതെന്തെങ്കിലും പ്രശ്നത്തിലെ തീരൂ. സിൻസിയറായിട്ടല്ല അവർ നമ്മുടെ വീട്ടിൽ വരുന്നത്. ഞാൻ ആ നാശം പിടിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാത്തതിന്റെ വൈരാഗ്യം ആ സ്ത്രീക്കുണ്ടാവും. ഹ, അവരെ സത്യത്തിൽ നമ്മുടെ ശത്രുവാ. അതെത്ര പറഞ്ഞാലും എന്റെ അമ്മയ്ക്ക് മനസ്സിലാവില്ല. രാധമ്മ വെറും പാവ രാജു. ഋതു, എനിക്ക് മറ്റൊരു ഡൗട്ട് കൂടിയുണ്ട്. ഈ രുക്മിണിയും അംബികയും പണ്ട് മുതലേ കമ്പനിയാ. നമുക്കിട്ട് വെക്കുന്ന പല വേലവെപ്പിനും രുക്മിണിക്ക് അംബികയുടെ വക അഡ്വൈസ് ഉണ്ട്. അത് രാജു പറഞ്ഞത് ശരിയാ. ഇതിന്റെ അണിയറ ശില്പി അംബികാവർമ്മ തന്നെയാ. ഋതു എന്താ ആലോചിക്കുന്ന? എനിക്ക് ആകെ ഒരു ടെൻഷൻ. എന്തൊക്കെയോ വലിയ വലിയ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നത് പോലെ.